ഹായ്, ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 82ാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാട്ട് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള നരിവേട്ട എന്ന് പറയുന്ന മൂവിയിലെ മിന്നൽവള കയ്യിലിട്ട പെണ്ണഴകി എന്ന് പറയുന്ന ട്രെൻഡിങ് സോങ് ആണ്. അതിന്റെ പാർട്ട് 1 പല്ലവിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇത് എല്ലാവരും നന്നായിട്ട് പഠിച്ച് വായിക്കുക. നല്ലൊരു പാട്ടാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മിന്നൽവള കയ്യിലിട്ട പെണ്ണഴകി, അപ്പം അതിന്റെ ഇൻട്രോ ബീജമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ അത് നോക്കി വെച്ചിട്ട് ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, ആ ഇൻട്രോ ബീജം. ഇതാണ് ഇൻട്രോ ബീജം. അപ്പം ഇതിന്റെ നോട്ട് നമുക്ക് നോക്കാം. സി 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 സി, അടുത്തത് സി ഡി ഷാർപ്പ് ഡി സി, സി ഡി ഷാർപ്പ് ഡി സി, സി ഡി ഷാർപ്പ് ഡി സി, അടുത്തത് എ ഷാർപ്പ് എ ഷാർപ്പ് എ ഷാർപ്പ് എ ഷാർപ്പ് എ ഷാർപ്പ് എ ഷാർപ്പ്, ജി സി ജി സി ജി സി. ഓക്കെ, ഇത് 2 പ്രാവശ്യം ഇത് വായിക്കുക. അതിനുശേഷമാണ് പാട്ട് തുടങ്ങുന്നത്. അപ്പം ഇത് 2 പ്രാവശ്യം വായിക്കുക. ഓക്കെ, ഇൻട്രോ ബീജം കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ലൈൻ വായിച്ച് കേൾപ്പിക്കാം. അപ്പം അതാണ് കാണാതെ ആ ഒരു ഭാഗം. അപ്പൊ ആദ്യത്തെ ഭാഗമായി നോട്ട് പറഞ്ഞുതരാം. ജി എഫ് ജി, ജി എഫ് ജി, ജി എഫ് ജി, ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ്, ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ്, അടുത്തത് എഫ് 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 സി സി. ഓക്കെ, അടുത്ത ലൈൻ ജി എഫ് ജി, ജി എഫ് ജി, ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ്, ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ്, ഡി ഷാർപ്പ്, അടുത്ത ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് ഡി, അടുത്ത ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് ഡി, ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് ഡി. അപ്പം ആദ്യത്തെ 2 ലൈൻ ഇതാണ്. അപ്പൊ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഓക്കെ, ഇനി 3ഉം 4ഉം ലൈൻ. അപ്പം അടുത്ത നോട്ട് ആദ്യത്തെ ലൈൻ തന്നെ സെയിം ആവർത്തിക്കുന്നു. ജി എഫ് ജി, ജി എഫ് ജി, ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ്, എഫ് 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 സി. ഓക്കെ, അടുത്ത 4ാമത്തെ ലൈൻ സി ഡി ഷാർപ്പ് ഡി ഷാർപ്പ്, സി ഡി ഷാർപ്പ് ഡി ഷാർപ്പ്, സി ഡി ഷാർപ്പ് ഡി ഷാർപ്പ്, ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് ഡി, ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് ഡി, ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് ഡി. അപ്പം ആദ്യത്തെ 4 ലൈൻ കഴിഞ്ഞു. അപ്പൊ ആ 4 ലൈൻ ഒന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, ഇതാണ് 4 ലൈൻ. അപ്പം ഈ 4 ലൈൻ തന്നെയാണ് അടുത്ത 4 ലൈനിലേക്കും ആവർത്തിക്കുന്നത്. അത് അടുത്ത 4 ലൈനും സെയിം ടോൺ തന്നെയാണ്. അതുകൊണ്ട് ഈ സെയിം നോട്ട്സ് ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ സെയിം നോട്ട് വായിച്ചാൽ അടുത്ത 4 ലൈനും കൂടെ ആകും. ഓക്കെ, അപ്പം ആ ആദ്യത്തെ 8 ലൈൻ കഴിഞ്ഞു. ഇനി അടുത്ത 4 ലൈനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ നോട്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, അപ്പം അടുത്ത ആ 2 ലൈൻ നമുക്ക് നോക്കാം. ഓക്കെ, സി ഡി ഷാർപ്പ് സി ഡി ഷാർപ്പ് സി ഡി ഷാർപ്പ്. ഒന്ന് പറഞ്ഞാൽ സി ഡി ഷാർപ്പ് സി ഡി ഷാർപ്പ് സി ഡി ഷാർപ്പ്, അടുത്തത് ഡി 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 ഡി, അടുത്തത് സി എ ഷാർപ്പ് സി എ ഷാർപ്പ് സി സി എ ഷാർപ്പ്. ഓക്കെ,
അടുത്തത് വീണ്ടും സി ഡി ഷാർപ്പ്, 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 എഫ് 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 എഫ്. ഓക്കെ, അപ്പം സി ഡി ഷാർപ്പ്, സി ഡി ഷാർപ്പ്, സി ഡി ഷാർപ്പ്, എഫ് എഫ് എഫ്. ഓക്കെ, ഇനി അടുത്ത രണ്ട് ലൈൻ നോക്കാം. സോറി, അടുത്ത ഒരു ലൈനേ ഉള്ളൂ. അപ്പൊ അതിന്റെ ലൈൻ എന്ന് പറയുന്നത് സോറി 4 ലൈനുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത രണ്ട് ലൈൻ എന്ന് പറയുന്നത് ജി ജി എഫ് ജി എഫ് ഡി ഷാർപ്പ്, ജി എഫ് ജി എഫ് ജി എഫ് ഡി ഷാർപ്പ്, ജി എഫ് ജി എഫ് ഡി ഷാർപ്പ്, ജി എഫ് ജി എഫ് ഡി ഷാർപ്പ്. അടുത്തത് എഫ് ഡി ഷാർപ്പ്, എഫ് ഡി ഷാർപ്പ്, ഡി, എഫ് ഡി ഷാർപ്പ്, എഫ് ഡി ഷാർപ്പ്, ഡി, എഫ് ഡി ഷാർപ്പ്, എഫ് ഡി ഷാർപ്പ്, ഡി. ഓക്കെ, അപ്പൊ ആദ്യത്തേത് ജി എഫ് ജി എഫ് ഡി ഷാർപ്പ്, അടുത്തത് എഫ് ഡി ഷാർപ്പ്, എഫ് ഡി ഷാർപ്പ്, ഡി. ഇതിന്റെ 4 ലൈനിന്റെ ലാസ്റ്റത്തെ നോട്ട് എന്ന് പറയുന്നത് സി ഡി ഡി, സി ഡി ഷാർപ്പ് ഡി ഷാർപ്പ്, സി ഡി ഷാർപ്പ് ഡി ഷാർപ്പ്, സി ഡി ഷാർപ്പ് ഡി ഷാർപ്പ്, ഡി ഷാർപ്പ് ഡി, സോറി ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് ഡി, സി ഡി ഷാർപ്പ്, സി ഡി ഷാർപ്പ് ഡി ഷാർപ്പ്, ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് ഡി, സി ഡി ഷാർപ്പ് ഡി ഷാർപ്പ്, ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് ഡി. അപ്പം ഇതാണ് 4. അപ്പൊ ഇതൊന്നുകൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, ഇതാണ് അടുത്ത 4 ലൈൻ. ഇനി അടുത്ത ഭാഗമാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോട. അപ്പം ആ ഭാഗമാണ്. അപ്പം മിന്നൽ വള എന്നുള്ള ഭാഗം നമ്മൾ ടോപ്പിലോട്ടാണ് വായിക്കുന്നത്. അടുത്ത ടോപ്പിലെ ഒക്ടേവിലേക്കാണ് വായിക്കുന്നത്. അത് ശ്രദ്ധിച്ച് വായിക്കുക, ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, അപ്പം അതിന്റെ നോട്ടെന്ന് പറയുന്നത് ഓക്കെ, ആദ്യത്തെ മിന്നൽ വള ആ 2 ലൈൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറലി പോകുന്നു. അടുത്ത മിന്നൽ വളയുടെ രണ്ടാമത് ഒന്നും കൂടെ അവർ എടുത്തു പാടുമ്പോൾ അത് ഇലാബറേറ്റ് ചെയ്ത്, അതായത് സംഗതികൾ കൂടുതൽ കൊടുത്തുകൊണ്ടാണ് വായിക്കുന്നത്. അപ്പൊ ആ 2 പാറ്റേൺ നമ്മൾ പഠിക്കണം, അപ്പൊ വായിക്കണം. അപ്പൊ ആദ്യത്തെ പാറ്റേൺ, ആദ്യത്തെ 2 മിന്നൽ വളയുടെ ആദ്യത്തെ 2 ലൈൻ, മിന്നൽ വള സി ജി ജി സി, സി ജി 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 സി, സി ജി ജി സി. അടുത്തത് കയ്യിലിട്ട ജി ജി എഫ് ഡി ഷാർപ്പ്, ജി ജി എഫ് ഡി ഷാർപ്പ്, ജി ജി എഫ് ഡി ഷാർപ്പ്, ജി ജി എഫ് ഡി ഷാർപ്പ്. അടുത്തത് എഫ് 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 സി, അടുത്തത് എഫ് 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 സി, എഫ് 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 സി. ഓക്കെ, അപ്പം ഒന്നുകൂടെ പറഞ്ഞുതരാം. സി ജി 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 സി, ജി ജി എഫ് ഡി ഷ, എഫ് 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 സി. ഓക്കെ, അത് മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകി. ഓക്കെ, അടുത്തത് എത്തിത്തോട
ആ ഭാഗം അതിന്റെ ലാ 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 ലാ. അപ്പം ആ ഭാഗത്തിന്റെ നോട്ട് എന്ന് പറയുന്നത് വീണ്ടും സെയിം പോലെ തന്നെ സി ജി ജി സി, സി ജി ജി സി. ഓക്കെ, സി ജി ജി സി. അടുത്തത് ജി ജി എഫ് ഡി ഷാർപ്പ്, സെയിം പോലെ തന്നെ ജി ജി എഫ് ഡി ഷാർപ്പ്, ജി ജി എഫ് ഡി ഷാർപ്പ്, ജി ജി എഫ് ഡി ഷാർപ്പ്. അടുത്തത് ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് ഡി, ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് ഡി, ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് ഡി. അടുത്തത് ഡി ഷാർപ്പ് ഡി സി എ ഷാർപ്പ്, ഡി ഷാർപ്പ് ഡി സി എ ഷാർപ്പ്. എന്നുള്ള പറഞ്ഞുതരാം. സി സി ജി ജി സി, സി ജി ജി സി. രണ്ടാമത്തെ ലൈനാണ്, മിന്നൽ വളയുടെ രണ്ടാമത്തെ ലൈൻ ആ ഭാഗത്തിന്റെ. സി ജി ജി സി. അടുത്തത് ജി ജി എഫ് ഡി ഷാർപ്പ്, ജി ജി എഫ് ഡി ഷാർപ്പ്. ഓക്കെ, അടുത്തത് ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് ഡി, ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് ഡി. അടുത്തത് ഡി ഷാർപ്പ് ഡി സി എ ഷാർപ്പ്, ഡി ഷാർപ്പ് ഡി സി എ ഷാർപ്പ്. ഓക്കെ, ഇത് നോർമലി മിന്നൽ വള വായിക്കുന്നത്. ഈ അടുത്ത് എലാബറേറ്റ് ചെയ്ത് ചില വിപുലീകരിച്ച് വായിക്കുന്നതാണ് അടുത്ത ഭാഗം നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ ചില സംഗതികൾ കൂട്ടിയാണ് അവർ പാടുന്നത്. ഓക്കെ, സെയിം പോലെ തന്നെ വീണ്ടും സി സി ജി ജി സി, സി ജി ജി സി. മുമ്പത്തെ പോലെ തന്നെ സി ജി 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 സി. ഇനി അടുത്ത ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് ജി ജി എഫ് ഡി ഷാർപ്പ്, ജി ജി എഫ് ഡി ഷാർപ്പ്, ജി ജി എഫ് ഡി ഷാർപ്പ്, ജി ജി എഫ് ഡി ഷാർപ്പ്. അടുത്തത് എഫ് 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 എഫ്. അവിടെ 3 എഫ് വന്നിട്ട് 2 എഫ് വരുന്നുള്ളൂ. എഫ് എഫ്. അടുത്തത് ജി ജി ഷാർപ്പ്, ജി ജി ഷാർപ്പ്, ജി എഫ്, ജി ജി ഷാർപ്പ്, ജി ജി ഷാർപ്പ് എഫ്. ഓക്കെ, അവിടെയാണ് അങ്ങനെയാണ് അവിടെ ഇലാബറേറ്റ് ചെയ്ത് വായിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. സി ജി 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 സി, സി ജി ജി സി. അടുത്തത് ജി ജി എഫ് ഡി ഷാർപ്പ്, ജി ജി എഫ് ഡി ഷാർപ്പ്, ജി ജി എഫ് ഡി ഷാർപ്പ്. അടുത്തത് ഡി ഷാർപ്പ് എഫ് എഫ്, സോറി എഫ് 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 എഫ്. അടുത്തത് ജി ജി ഷാർപ്പ്, ജി ജി ഷാർപ്പ്, ജി എഫ്, ജി ജി ഷാർപ്പ്, ജി ജി ഷാർപ്പ് എഫ്. ഓക്കെ, ഇനി എത്തിത്തൊടാട് ആ വിപുലീകരിച്ചുള്ള ഭാഗം വീണ്ടും സെയിം പോലെ തന്നെ സി ജി 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 സി, സി ജി ജി സി, സി ജി 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 സി. ഓക്കെ, സി ജി ജി സി. അടുത്തത് ജി ജി എഫ് ഡി ഷാർപ്പ്, ജി ജി എഫ് ഡി ഷാർപ്പ്, ജി 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 എഫ് ഡി ഷാർപ്പ്. മുമ്പത്തെ പോലെ തന്നെ ജി ജി എഫ് ഡി ഷാർപ്പ്. ഇനി ഇവിടെ നിന്നാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, അടുത്ത ഡി ഡി ഷാർപ്പ്, ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് ഡി, ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് ഡി, ഡി ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് ഡി, ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് ഡി. അടുത്തത് ലാസ്റ്റ് ഭാഗം ഡി ഡി ഷാർപ്പ് ഡി സി എ ഷാർപ്പ്, ഡി ഡി ഷാർപ്പ് ഡി സി എ ഷാർപ്പ്, ഡി ഡി ഷാർപ്പ് ഡി സി എ ഷാർപ്പ്. ഓക്കെ, ഇപ്പൊ ഈ എലാബറേറ്റ് ചെയ്ത ഭാഗം പറഞ്ഞുതരാം. സി ജി 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 സി, സി ജി 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 സി. അടുത്തത് ജി ജി എഫ് ഡി ഷാർപ്പ്, ജി ജി എഫ് ഡി ഷാർപ്പ്. അടുത്ത ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് ഡി, ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് ഡി. അടുത്തത് ഡി ഡി ഷാർപ്പ് ഡി സി എ ഷാർപ്പ്, ഡി ഡി ഷാർപ്പ് ഡി സി എ ഷാർപ്പ്. അപ്പം ഇതാണ് പല്ലവി ഭാഗം, പാർട്ട് 1 എന്ന ഭാഗം. അപ്പൊ ഈ ഒരു ഭാഗം മിന്നൽ വള എന്നുള്ള ഭാഗം 4 ലൈനായിട്ടുള്ള വായിച്ച് കേൾപ്പിക്കാം. ഫസ്റ്റ് ഭാഗം, സെക്കൻഡ് ഭാഗം. അടുത്തത് ലാസ്റ്റ് ഭാഗം. ഓക്കെ, ഇതാണ് പാർട്ട് 1 പല്ലവി ഭാഗം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. ഞാൻ കമന്റിലൂടെ അറിയിക്കുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായി ചാനൽ എത്തുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
മാക്സിമം നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്കുകൾ നൽകി സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, വർക്ക് സൈറ്റ് അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മുടെ വീഡിയോസ് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അവർക്ക് കീബോർഡ് രംഗത്തേക്ക് കടന്നു വരാൻ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്